നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള നീക്കങ്ങളൊക്കെ ശക്തമായിരുന്നു. അതിനിടയിലാണ് ആശ്വാസകരമായ ഒരു വാർത്ത വന്നത്. അതായത് ഈ വധശിക്ഷ റദ്ദാക്കാനുള്ള സമ്മതം തലാലിന്റെ കുടുംബം അറിയിച്ചു എന്നതടക്കമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷേ ഇതിനെയെല്ലാം തള്ളി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായുള്ള അവകാശവാദങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇപ്രകാരമാണ്: നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത്. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായി റദ്ദ് ചെയ്തതെന്നും സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായതെന്നുമായിരുന്നു ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. യമൻ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം കിട്ടിയിട്ടില്ലെന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് വ്യക്തമാക്കിയതാണ്. ഇക്കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ജൂലൈ 16 നിശ്ചയിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടി ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെയാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള സമ്മതം തലാലിന്റെ കുടുംബം അറിയിച്ചു എന്ന കാര്യം പുറത്തുവിട്ടത്. എന്നാൽ കേന്ദ്രം അതിനെ തള്ളിയിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകും. എന്താണ് സംഭവം, അത് വധശിക്ഷ റദ്ദാക്കാമെന്ന് തലാലിന്റെ കുടുംബം അറിയിച്ചോ, അങ്ങനെ ഒരു സമ്മതം അവർ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നത് ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക വിവരം കിട്ടേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന പ്രചാരണങ്ങൾ നിലവിൽ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ കേസിനെ കുറിച്ച് ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി. ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം കിട്ടിയെന്നതടക്കമുള്ള ഒരു വിവരം യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 14-നായിരുന്നു വധശിക്ഷ മരവിപ്പിച്ചതായുള്ള വിവരം കിട്ടുന്നത്. അതിനുശേഷം വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം നിരന്തരം ചർച്ചകൾ യമനിൽ നടന്നു. അതിനോടനുബന്ധിച്ചാണ് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്ന് ജവാദ് മുസ്തഫാനി വ്യക്തമാക്കിയത്. വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായെന്ന വിവരമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. യമൻ പണ്ഡിത സംഘം, അതുമാത്രമല്ല ഉത്തര യമനിലെ ഭരണാധികാരികൾ, രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇവരുമായി നടത്തിയ മധ്യസ്ഥ ചർച്ച, അതിൽ പങ്കെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ദയാധനം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്നതടക്കമുള്ള വിവരമാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് വന്നത്. ദയാധനം സ്വീകരിക്കുന്നതിൽ നിന്ന് നേരത്തെ തന്നെ കുടുംബം വിട്ടുനിന്നിരുന്നു. ദയാധനം വേണ്ട എന്ന നിലപാടാണ് കുടുംബം നേരത്തെയൊക്കെ സ്വീകരിച്ചത്. വധശിക്ഷ നടപ്പിലാക്കണം എന്ന ഉറച്ച നിലപാടിലായിരുന്നു കുടുംബം. അവരെ മയപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ അനുവാദം വാങ്ങിച്ച് വധശിക്ഷ റദ്ദാക്കാനുള്ള അനുവാദം നൽകാനുള്ളത് അവർക്ക് മാത്രമേ, തലാലിന്റെ കുടുംബത്തിന് മാത്രമേ കഴിയൂ. അവർ മാപ്പ് നൽകിയാൽ വധശിക്ഷ റദ്ദാകും. അപ്പോൾ അവരെ സമീപിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ചർച്ച നടത്തി ആ ഒരു വധശിക്ഷ റദ്ദാക്കണം എന്ന തീരുമാനത്തിലേക്ക് അവരെ നയിക്കുക എന്ന ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. എന്തായാലും കാന്തപുരത്തിന്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം വധശിക്ഷ റദ്ദാക്കാൻ ഈ തലാലിന്റെ കുടുംബം സമ്മതിച്ചു എന്ന വാർത്ത വന്നപ്പോൾ വളരെ ആശ്വാസകരമായി തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് വരുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്നും ആരുമായാണ് ചർച്ച നടത്തിയതെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുകയുണ്ടായി. തലാലിന്റെ സഹോദരനും രംഗത്ത് വന്നിരിക്കുകയാണ്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയുടെ ഭർത്താവും മകൾ മിഷേലും യമനിൽ. നേരത്തെ അമ്മ യമനിൽ ഉണ്ടായിരുന്നു. യമനിൽ നിന്ന് അമ്മ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയാണ്. മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള, മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പോരാട്ടത്തിനൊക്കെ അമ്മ ചുക്കാൻ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയുടെ ഭർത്താവും മകൾ മിഷേലും യമനിലെത്തിയിരിക്കുകയാണ്. യമനിൽ നിന്ന് ഇവർക്കൊപ്പം ഡോക്ടർ KA പോൾ എന്ന ഇവാഞ്ചലിസ്റ്റ് നേതാവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും ഉടനെ മോചിതയാകുമെന്നും പ്രഖ്യാപിച്ചയാളാണ് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടനയുടെ സ്ഥാപകൻ KA പോൾ. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സർ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തത്വത്തിൽ ധാരണയായി എന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രനും പ്രതികരിച്ചിരുന്നു. എന്തായാലും വധശിക്ഷ റദ്ദാക്കും എന്ന ഒരു കൂട്ടർ പറയുന്നു, കേന്ദ്രം പറയുന്നു അത് ആ വിവരങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന്. എന്തായാലും ഒരു വ്യക്തത കേന്ദ്രം തന്നെ ഈ ഒരു കാര്യത്തിൽ വരുത്തട്ടെ.
നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് തലാലിന്റെ സഹോദരനും രംഗത്തെത്തിയതോടെയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് എന്താണ് അറിയിച്ചത് എന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം ശക്തമായി തുടങ്ങിയത്. ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത്. വാർത്ത തെറ്റെന്ന് നിമിഷപ്രിയയുടെ അഭിഭാഷകനെന്ന അവകാശവാദം ഉന്നയിച്ച സാമുവൽ ജെറോമും പറഞ്ഞിരുന്നു. പ്രചാരണം നിർഭാഗ്യകരമാണ്, പരസ്യ സംവാദനത്തിന് തയ്യാറാണ് എന്നും വെല്ലുവിളി നടത്തുകയും ചെയ്തു. ഇതിനിടെയാണ് തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകേണ്ടെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്ന് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആര് പറയുന്നതാണ് ശരി, എന്താണ് സംഭവിച്ചത്, വ്യക്തത വരട്ടെ കാര്യങ്ങൾക്കൊക്കെ. അതേസമയം എന്തായാലും നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായിട്ടാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. കാന്തപുരത്തിന്റെ സുഹൃത്തും യമനിലെ തരീമിൽ നിന്നുള്ള പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഫഫിലിൽ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ ഉത്തര യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളാണ് തീരുമാനമുണ്ടായത് എന്നായിരുന്നു AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ശിക്ഷ സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മതപണ്ഡിതന്മാർ ഉൾപ്പെട്ട ചർച്ചയിൽ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു. ഈ വധശിക്ഷ റദ്ദാക്കുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. കാന്തപുരത്തിന്റെ സുഹൃത്തായ പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഫഫിലിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്നത്തെ ചർച്ചകളൊക്കെ നടന്നത്. യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധി, സനായിലെ ജനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ അടക്കമുള്ളവർ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധു ഹുദൈദ സ്റ്റേറ്റ് കോടതി ചീഫ് ജസ്റ്റിസ്, യമൻ ഷൂറ കൗൺസിൽ അംഗവുമായ ജസ്റ്റിസ് മുഹമ്മദ് ബിൻ അമീൻ ഷെയ്ഖും ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം അന്ന് ചർച്ചയിൽ പങ്കെടുത്തതാണ്. യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത്. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയം കൂടിയായിരുന്നു തലാലിന്റെ മരണം. യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ 2017 ജൂലൈയിലാണ് നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു വെച്ചത്. പാലക്കാട് തേക്കിഞ്ചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം 2020-ലാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ തീരുമാനം പിന്നീട് ഹൂതി സുപ്രീം കൗൺസിലും അംഗീകരിച്ചിരുന്നു. എന്തായാലും വധശിക്ഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്, ശക്തമാക്കുന്നുണ്ട്. നിമിഷപ്രിയയെ ഏത് രീതിയിലും മോചിപ്പിക്കുക, മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മലയാളികൾ ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ആശ്വാസകരമായ വിവരം വരുന്നത്. പക്ഷേ കേന്ദ്രം അത് പിന്നാലെ തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തത ഈ കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഈ ഒരു വിഷയത്തിൽ വ്യക്തത കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.